നമ്മൾ ബിസിനസ് നടത്തുന്ന സമയത്ത് എല്ലാ ഇൻകമും എക്സ്പെൻസും ഒരേ മാസത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുകയോ എക്സ്പെൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നില്ല. ചില ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ക്യാഷ് കിട്ടിയിട്ടില്ല. ചില എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവയെ ശരിയായ സമയത്ത് റെക്കോർഡ് ചെയ്യാതെ വിട്ടാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് തെറ്റായി കാണിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ്സിൻ്റെ റിയൽ പിക്ചർ കാണിക്കില്ല. ഈ പ്രശ്നങ്ങൾ ശരിയാക്കാനാണ് നമ്മൾ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡിസംബർ മാസത്തിൽ 2000 രൂപയുടെ കറണ്ട് ഉപയോഗിച്ചു, പക്ഷെ പേയ്മെൻറ്റ് ചെയ്തത് ജനുവരിയിലാണ്. ഇപ്പോൾ ഡിസംബറിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യണം, കാരണം പേയ്മെൻറ്റ് ചെയ്തത് ജനുവരിയിലല്ലേ. ഇൻക്ലൂഡ് ചെയ്യണം, കാരണം എക്സ്പെൻസ് ഉണ്ടായത് ഡിസംബറിലാണ്. സോ ആക്യുറൽ കോൺസെപ്റ്റ് പ്രകാരം ഡിസംബർ അക്കൗണ്ടിൽ ഈ 2000 എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. സോ ദിസ് ഇസ് കോൾഡ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആരും മറക്കില്ലല്ലോ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.